അതിനൊക്കെ കിട്ടിയോ? സുറുകെട്ടിനാടാ സുഹൃത്തുക്കളെ, അവിടെ നിൽക്കുന്ന കൂട്ടം കൂടി നിൽക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് കാര്യം വേണ്ടിയിരിക്കുക. പെട്ടെന്ന് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരു റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പിന്നെ സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ടും മറ്റ് ഇരുന്ന ആളുകൾക്ക് പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ദയവ് ചെയ്ത് എല്ലാവരും കാര്യം കൊണ്ടിരിക്കും. വളരെ നല്ലത് എല്ലാവരും കാര്യം അതിലേക്ക് ഇരുന്നു ഭക്ഷണ സാധനങ്ങൾ തെരഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാവരും അതിലേക്ക് റെഡി ആയിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. Bye. ഇഫ്താർ സംഗമത്തിലേക്ക്, അതുപോലെ തന്നെ ഞങ്ങളുടെ തലക്കെട്ടോട് കൂടിയുള്ള നോമ്പുറപ്പിക്കൽ 2025 സ്വാഗതം പറയുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ആദ്യമായി ആമുഖ പ്രഭാഷകൻ, അതോടൊപ്പം തന്നെ ഈ ഇഫ്താർ സംഗമത്തിന്റെ കൺവീനർ ശ്രീ
അബ്ദുൽ കരീം വളവട്ടൂർ അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിൻ്റെ ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് റിയാദ് മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ഫൈസൽ തമ്പലകോടൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിലേക്ക് കടന്നു വരുന്നെന്ന് അറിയിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെടുത്തി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പ്രതിനിധികളും മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷനിലേക്ക് സ്വാഗതം ചെയ്തു. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയുടെ മുഴുവൻ പ്രതിനിധികളും നമ്മുടെ അംഗങ്ങളും അവരുടെ കുടുംബത്തിൽ സ്വാഗതം പറയുന്നു. നമ്മുടെ നാട്ടിൽ നിന്നെത്തിയ പ്രതിനിധി ക്ഷണം സ്വീകരിച്ചെത്തിയത് കേരള ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ശ്രീ അൻവർ സാറാണ്. അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ പറയാൻ മറന്നുപോയി, ക്ഷമ ചോദിക്കുകയാണ്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എല്ലാ പ്രസക്തിയില്ല. ആയതുകൊണ്ട് തന്നെ അടുത്ത ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് റിയാദിലെ പ്രബല മാനുഷിക പ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ സിദ്ദീഖ് തുവൂരിനെ ക്ഷണിച്ചുകൊള്ളു. നമുക്ക് ആവശ്യം ദീർഘമായി പ്രസംഗിക്കുന്നില്ല. നമുക്കിന്ന് വളരെ ഒരു വലിയ നിലനിലുണ്ട്. ഒറ്റ കാര്യം പറയുന്നു, കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ചതായി മിയയുടെ സംഘടനാ പ്രവർത്തനം ഒരിക്കൽ കൂടി പ്രസിഡന്റ് ഉൾപ്പെടെ ആ നേതൃത്വം തെളിയിച്ചിരിക്കുകയാണ്. ഇതുപോലെ മിയയ്ക്ക് ഇനിയും പൊതുസമൂഹത്തിൽ നല്ല പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പാവപ്പെട്ട പ്രവാസികളുടെ കണ്ണീരൊക്കുന്നതിനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും മിയയുടെ ഈ ഇഫ്താർ വിരുന്നിന് എല്ലാവിധ സ്നേഹത്തോടു കൂടിയുള്ള ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിക്ക് സംഘാടകർക്ക് വളണ്ടിയർസിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇഫ്താർ സംഗമങ്ങൾ നടത്താൻ സാധിക്കട്ടെ എന്ന് പടച്ചോനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. കൂട്ടായ്മയും ഈ മയക്കുമരുന്നിനായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തേണ്ട കാലഘട്ടമാണെന്ന് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കാമോ. അതുകൊണ്ട് മലപ്പുറം കൂട്ടായ്മയ്ക്ക് എല്ലാവിധ പിന്തുണ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. സംഘടനകളുടെ നോമ്പുതൽ ഉണ്ടായിട്ട് പോലും ഇവിടെ മലപ്പുറക്കാരെ ഇത്രയധികം നെഞ്ചുനീട്ടുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് എന്റെ മുന്നിൽ കാണുന്ന ഈ ഒരു ജനകീയ ഇഫ്താറിന്റെ ജനപങ്കാളിത്തം. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. മലപ്പുറം MA എന്ന സംഘടന ഇനി കടന്ന് പന്തലിച്ച് റിയാദിന്റെ ഒരു അഭിവാദ്യ ഘടകമായി തീരട്ടെ എന്ന് ആത്മാർത്ഥം ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ, ഇത്തരം ജനങ്ങളെ ഒത്തുകൊടുപ്പിക്കുവാൻ നിങ്ങൾ കാണിച്ച ഈ സന്മനസ്സിന് ആക്റ്റീവായിട്ട് ഇന്ന് എല്ലാ ആളുകളും കൂടി ഒരു മാസമായി ഒരു സേവ് ദി ഡേറ്റ് അടിച്ചിട്ട് എല്ലാവരും തന്നെ ആക്റ്റീവായി വെച്ചുണ്ടാക്കിയ ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. ഇപ്പം നമ്മളൊക്കെ അപ്പുറത്ത് പോയിട്ടാണ് വരുന്നതെങ്കിൽ കൂടി മലപ്പുറത്തിൻ്റെ ഭക്ഷണം ആസ്വദിക്കാൻ വേണ്ടി ഭക്ഷണം ഞാൻ കഴിച്ചു. വളരെ നല്ല ടേസ്റ്റുള്ളൊരു ഭക്ഷണമാണ്. മലപ്പുറം ടച്ചും ആ ഭക്ഷണത്തിലുണ്ട്. അപ്പോൾ ഈ ടീം വർക്കിൻ്റെ ആ ഒരു ഒത്തൊരുമയുടെ വിജയം കൂടിയാണ് ഇന്നിപ്പോൾ ഇവിടെ കാണുന്നത്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഒരു സംഘടനയുടെ പിൻബലമില്ലാതെ ഒരു ജില്ലയുടെ പ്രതിനിധികളെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഇത്തരം സജ്ജമായ ഒരു നോമ്പുതറ നടത്തുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ ഇനിയും ഇതിനേക്കാൾ മികവുറ്റ രീതിയിൽ മുന്നോട്ട് പോകാൻ മലപ്പുറത്തിന്റെ കുട്ടികൾക്ക് കഴിയുമെന്ന തെളിവാണ് ഇന്നിവിടെ കണ്ടത്. തികച്ചും നമ്മൾ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ ജാതിമത ഭേദമന്യേ രാഷ്ട്രീയമന്യേ സർവരും ഒത്തുകൂടുന്ന ഒരിടം എന്ന് പറയുന്നത് ഇതുപോലെ നോമ്പൊറിക്കൽ എന്ന ദിവസങ്ങളിലൊക്കെയാണ്. ഇനിയും തുടർകാലങ്ങളിലും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് എന്തുകൊണ്ടും എൻ്റെ പേരിലും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന റിയാദ് കലാഭവന്റെ പേരിലും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാതെ പ്രഷറിൻ്റെ രൂപത്തിലും ഷുഗറിൻ്റെ രൂപത്തിലും വന്ന് അത് പലരുടെയും ജീവിതത്തിന് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. അതെല്ലാം നമ്മളുടെ ഒരു അശ്രദ്ധ മൂലമാണ്. കൂടുതലും നമ്മൾ ഭക്ഷണത്തിൻ്റെ ക്രമീകരണം നന്നായിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. ഇങ്ങനെയുള്ള ഈ നോമ്പുകാലം നമ്മളെ അങ്ങനെ കൂടുതൽ ഭക്ഷണം കുറച്ച്, മധുരം കുറച്ച്, നോമ്പ് തുറക്കുന്ന സമയത്തിൽ വളരെ ആരോഗ്യകരമായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ
മനസ്സിനെ പാകപ്പെടുത്തുക എല്ലാവരും. അപ്പോൾ ഒരിക്കൽ കൂടി ഈ മലപ്പുറം അസോസിയേഷനിൽ പങ്കെടുക്കാൻ പറ്റിയതിലും ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ വന്ന് സംസാരിക്കാൻ പറ്റിയതിലും സന്തോഷം. അസ്സലാമു അലൈക്കും. കയറി വരുന്നുണ്ട്. പറയുന്നത് ഇവിടുത്തെ വലിയ വലിയ കമ്പനിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അയൽവാസി കയറി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഭക്ഷണം ഒരുക്കി വരുന്ന മലപ്പുറം സംഘടനയ്ക്ക് പ്രതിനിധികൾക്ക് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വേദിയിലും സദസ്സിലുമുള്ള നാല് വ്യക്തിത്വങ്ങൾക്ക് ഞാൻ എൻ്റെയും എൻ്റെ സംഘടനയുടെയും പേരിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അംഗങ്ങളായ അബൂബക്കർജി, അതോടൊപ്പം ഈ വേദിയിൽ നിന്ന് മാറിപ്പോയവരെ മറ്റെല്ലാവരും ഒന്ന് ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ട് ഈ ഒരു ഫോട്ടോക്ക് നിൽക്കണമെന്ന് വിനീതമായി ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ യുവത്വത്തെ കാർന്നിരുന്നിരിക്കുന്ന ലഹരിക്കെതിരെ സേ നോ ടു ഡ്രഗ്സ് എന്ന രീതിയിൽ കൂടുതൽ ഇന്ന് രാവിലെ മുതൽ ഇവിടെ എത്തി നമ്മുടെ കൂടെ നിന്ന് ഇതിന്റെ വളണ്ടിയേഴ്സ്, അതുപോലെ ലൈറ്റ് ഒരുക്കിയ ലൈറ്റ് ടീം, സൗണ്ട് തന്ന റോക്ക് സ്റ്റാർ, അതുപോലെ ഓടി നടന്ന് ക്യാമറ എടുക്കുന്ന നമ്മുടെ മജീദ് ഉൾപ്പെടെയുള്ള മറ്റു ക്യാമറമാൻമാർ, എല്ലാവരോടും സംഘടനയുടെ പേരിലും അതുപോലെ ഈ ഒരു പ്രോഗ്രാമിന്റെ തുടക്കം മുതൽ നമുക്ക് കൂടെ നിന്ന മിയയുടെ വനിതാ വിഭാഗത്തിന്റെ പ്രതിനിധികൾ, ഇന്ന് നമുക്ക് ഈ വേദി ഒരുക്കാൻ വേണ്ടി ഊർജ്ജസ്വലരായി നമ്മുടെ കൂടെ ലിംഗഭേദമന്യേ അബ്ദുൽ കരീം മാഷ്, പറഞ്ഞോളൂ. പ്രിയപ്പെട്ടവരുടെ ഭക്ഷണം എടുത്തവർക്ക് ഗ്രൗണ്ടിൽ ഇരിക്കാനുള്ള സൗകര്യം സുപ്രയിൽ ഒതുക്കിയിട്ടുണ്ട്. എല്ലാവരും ഗ്രൗണ്ടിലേക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഈ വേദിക്ക് മുന്നിലായിട്ട്